ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെച്ച് കർണാടക സർക്കാർ. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ തെരച്ചിൽ നിർത്തിവെക്കാനാണ് തീരുമാനം. അതേസമയം തെരച്ചിൽ തുടരണമെന്നാവശ്യപ്പെട്ട് കേരളം സമ്മർദ്ദം ശക്തമാക്കും. 13 ദിവസം നീണ്ടുനിന്ന തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. വിവരങ്ങളുമായി എം സന്തോഷ് ഷിരൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, നമുക്കൊക്കെ വളരെയധികം നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ദൗത്യം പൂർണ്ണമായും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. 13 ദിവസം പിന്നിട്ടിട്ടും അർജുനെ പറ്റി വിവരങ്ങളൊന്നും ലഭ്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന വിഷമവും അതോടൊപ്പം തന്നെ നിരാശയും ഒട്ടും ചെറുതല്ല. ഈ ഡ്രഡ്ജിംഗ് സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ഇതൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ കേരളം വലിയ സമ്മർദ്ദം ചെലുത്തും എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? എങ്ങനെയാണ്? അഞ്ജന, ഷിരൂരിൽ അർജുൻ രക്ഷാദൗത്യം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇന്ന് 14-ാം ദിവസം നദിയിലുള്ള തിരച്ചിലുകൾ ഒന്നും തന്നെ നടങ്ങുന്നില്ല. ദൗത്യസംഘത്തിലുള്ളവരെല്ലാം ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞു. ഇനി ഈ കാലാവസ്ഥ മാറുന്നതുവരെ, നദിയിലെ വെള്ളം തെളിയുന്നതുവരെ, അതോടൊപ്പം തന്നെ അടിയൊഴുക്കെല്ലാം കുറയുന്നതുവരെ ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് കർണാടക അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട ദൗത്യസംഘങ്ങൾ എല്ലാം തന്നെയും ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. അതേസമയം തന്നെ ഈ ദൗത്യം നിർത്തിവെക്കരുതെന്നും ദൗത്യം ഊർജിതമായി തുടരണം എന്നുള്ള സമ്മർദ്ദം കേരളം ഇപ്പോൾ ശക്തമാക്കുകയാണ്. ഈ ദൗത്യം അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേരളം. ഈ ദൗത്യം, അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിൻ്റെ 13-ാം ദിവസം 3 മണിക്ക് വെച്ചാണ് പാതി വഴിയിൽ ഈ ദൗത്യം നിർത്തിവെക്കുന്നതായി കർണാടക സർക്കാർ അറിയിച്ചത്. ഇവിടെയുള്ള കാർവാർ MLA-യും ജില്ലാ കലക്ടറും ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് അറിയിച്ചത്. അതിന് പിന്നാലെ തന്നെ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ഈ തിരച്ചിൽ നിർത്തിവെക്കരുത് എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും കേരളത്തിൽ നിന്നുള്ള MLA-മാരുടെ സംഘം ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. M. വിജിൻ MLA-യും M. രാജഗോപാൽ MLA-യും ഇവിടെ ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ്, ഇപ്പോൾ ഈ ദൗത്യ മേഖലയിൽ തന്നെയാണ് തുടരുന്നത്. ഏതായാലും ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്നൊന്നും സംഭവിക്കുന്നില്ല. തീർച്ചയായും നമ്മൾ ഇന്നലെ വളരെ പ്രധാനമായും നമ്മുടെ ആശങ്ക അവതരിപ്പിച്ചതാണ്. കാരണം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ തിരച്ചിൽ നിർത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കത്തയക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ ഇവിടുത്തെ വിഷയസ് മന്ത്രിയുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയപ്പോഴും അനുകൂലമായ രീതിയല്ല, പക്ഷെ അവർ പറഞ്ഞത് പുഴയിൽ തിരച്ചിലില്ല, കരയിൽ ഉണ്ടാകുമെന്നാണ്. നമ്മളപ്പോൾ തന്നെ കൃത്യമായി പറഞ്ഞതാണ് ഇത് പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള നീക്കം. അതുതന്നെയാണ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ പുഴയിൽ എന്നല്ല കരയിൽ പോലും ഒന്നുമില്ല. നേവിയും ആർമിയും എല്ലാം മടങ്ങിപ്പോയിരിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംവിധാനം ഇവിടെയില്ല. ആകെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്നതൊഴിച്ചാൽ റോഡ് ഗതാഗതം വേഗം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നു എന്നതൊഴിച്ചാൽ ഒരു രക്ഷാപ്രവർത്തനവും നടക്കുന്നില്ല. പൂർണ്ണമായും ഇവിടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച നിലയാണ് കാണുന്നത്. അത്യന്തം ഖേദകരമായ ഒരു സാഹചര്യമാണ് ഇന്നു മുതൽ. കാരണം അർജുൻ്റെ കുടുംബം, ജിതിൻ ഉൾപ്പെടെ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ ഈ MLA-മാരും ജിതിൻ്റെ കുടുംബവും കേരളത്തിലെ മാധ്യമപ്രവർത്തകരും അവർ കൂടി ഈ ഭാഗത്ത് കുറച്ച് പേർ ഒഴിഞ്ഞു പോയാൽ പൂർണ്ണമായും ഇത് ഗതാഗത യോഗ്യമാക്കുക എന്നതിനപ്പുറം ഇവിടുത്തെ അധികാരികൾക്ക് മറ്റൊരു താല്പര്യം ഇതിനകത്തില്ല. ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ഇന്നലെ നടത്തിയത്. അതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുത്ത പ്രതിഷേധം തന്നെയാണ്. കാരണം ഓരോ അഭ്യർത്ഥനയാണ് കേരളം ഓരോ ഘട്ടത്തിലും മുന്നോട്ട് വെച്ചത്. കാരണം കഴിഞ്ഞ 13 ദിവസത്തെ തിരച്ചിലിനിടയിൽ പല സാങ്കേതിക വിദ്യയും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, നമ്മൾ ചർച്ച ചെയ്തിരുന്നു, അതൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അത്തരം സംവിധാനങ്ങളൊന്നും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണകൂടം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമായി തന്നെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം കാര്യക്ഷമമായി, മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം, കാര്യക്ഷമമായ ഒരു തെരച്ചിൽ നടന്നത് മിനിഞ്ഞാന്നാണ്. കാരണം അന്ന് മൽപ്പയുടെ നേതൃത്വ സംഘം വെള്ളത്തിനടിയിലേക്ക് ഡൈവ് ചെയ്തുകൊണ്ട് ചില തെരച്ചിലുകൾ നടത്തി. ഇന്നലെയൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനം മാത്രമാണ് നടന്നത്. ഒരു നാടകമെന്ന വണ്ണം ഇന്നലെ 3 മണിയോടുകൂടി അവസാനിപ്പിക്കുന്നു. തുടരുമെന്ന് സാങ്കേതികമായിട്ട് അവർ പറയുന്നു. എന്നാൽ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം പൂർണ്ണമായി അവസാനിപ്പിച്ച് കർണാടകം, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഈ പ്രവർത്തനം അവസാനിപ്പിച്ച് പോയിരിക്കുന്നു എന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നും കേരളം
അഭ്യർത്ഥന തുടരുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് നിർത്തരുത്, തുടർന്ന് പോകണം എന്നുള്ളത് തന്നെയാണ്. സാങ്കേതിക വിദഗ്ധർ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതും ഏത് തരത്തിലാണ് ഇവർ ചെയ്യാൻ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ പൂർണ്ണമായും ഈ രക്ഷാദൗത്യം കർണാടക ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ തൃശ്ശൂരിൽ നിന്നുള്ള വിദഗ്ധർ ഇങ്ങോട്ട് ഡ്രഡ്ജർ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ നമുക്കിപ്പോൾ? അതെ, അതിന് ടെക്നീഷ്യൻസ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വന്നതിന് ശേഷം അതിൻ്റെ ഫീസിബിലിറ്റിയും മറ്റു കാര്യങ്ങളും പരിശോധിച്ച് വേണ്ട രീതിയിൽ തുടർ നടപടികളിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇത് തീർത്തും നമ്മുടെ ഒരു ആശങ്ക സ്ഥിരീകരിക്കത്തക്ക രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇന്ന് എത്തിയത്. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ, 3 പേരുടെ വേണ്ടിയിട്ടുള്ള തെരച്ചിലല്ലേ നടക്കുന്നത്. ലോകേഷുണ്ട്, ജഗന്നാഥനുണ്ട്, കേരളത്തിൻ്റെ അർജുനുണ്ട്. അപ്പോൾ പൊടുന്നനെ സർക്കാർ ഇത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതൊരു കാരണവശാലും ന്യായീകരിക്കത്തക്കതല്ല. ഇന്നലെ ഇവിടെ വിജിൻ പറഞ്ഞതുപോലെ ഇന്നലെ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള നിലപാട്, കേരളത്തിൻ്റെ ഒറ്റ നിലപാടേ ഉള്ളൂ, തെരച്ചിൽ ഊർജിതപ്പെടുത്തി പിന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. അർജുൻ്റെ കുടുംബം ഇവിടെ ഉണ്ട്, അതോടൊപ്പം ജഗന്നാഥിൻ്റെ കുടുംബമുണ്ട്. നമ്മളേറെ പ്രയാസപ്പെടുന്ന ഒരമ്മയും 3 പെൺമക്കളും അവരും ഈ സ്ഥലത്ത് തൻ്റെ അച്ഛന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. അതായത് അത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കർണാടക സ്വദേശികളുണ്ട്, കേരള സ്വദേശി, അതായത് എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കണം. ഇന്നലെ ആ പെൺമക്കൾ പറഞ്ഞത് അച്ഛൻ്റെ ഒരു ഷർട്ടെങ്കിലും ഇവിടെയുണ്ട്, ഒരു ഷർട്ടുമെങ്കിലും നമുക്ക് ലഭിക്കുന്ന വിധത്തിലൊരു സഹായം ഉണ്ടാക്കണം എന്ന് ഇവിടുത്തെ സർക്കാരിനോടാണ് ഇവിടെയുള്ളവർ അഭ്യർത്ഥിച്ചത്. പക്ഷേ അതുപോലും കേൾക്കാത്ത നിലയിലുള്ളൊരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. പൂർണ്ണമായും ഈ അന്വേഷണം അവസാനിപ്പിക്കുക എന്നതിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഉള്ളത് കേരളത്തിൽ നിന്നുള്ള 2 MLA-മാരും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ അർജുൻ്റെ കുടുംബവും മാത്രമാണ്. മറ്റെല്ലാവരും ഇന്നലെ തന്നെ ഈ കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള ദൗത്യ സംഘാംഗങ്ങളെല്ലാം തന്നെ ദൗത്യം മതിയാക്കി മടങ്ങിക്കഴിഞ്ഞു. ചുരുക്കം ചില പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം ആണ് ഇവിടെ. അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസിയുടെ കുറച്ച് 1-2 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. അഞ്ജന. ശരി, ഷിരൂരിൽ നിന്ന് സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. സന്തോഷ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ താൽക്കാലികമായി ദൗത്യം നിർത്തിവെച്ച ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ കേരളം കൂടുതൽ സമ്മർദ്ദം കർണാടകയ്ക്കുമേൽ ചെലുത്തും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത്.